ഗുഡ് മോർണിംഗ്. ഇന്ന് ഒക്ടോബർ 10 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണല്ലോ. ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നാച്ചുറലായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ളവർ നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇത് ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തേത്, പഠിത്തം കഴിഞ്ഞാൽ ജോലി ആയില്ലേ? ഇനിയിപ്പോൾ ജോലി ആയാൽ കല്യാണം കഴിക്കുന്നില്ലേ? കല്യാണം കഴിച്ചാൽ കുട്ടികളാവുന്നില്ലേ? കുട്ടികൾ നേരത്തെ ആയാൽ അയ്യോ അതെന്താ, ഇനിയിപ്പോൾ കുട്ടികളാകാതിരുന്നാലോ? ആർക്കാ പ്രശ്നം? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് സ്ട്രെസ് ഫാക്ടർ ഉണ്ടാക്കുന്നുണ്ടാവും. ഇതിന് പുറമെ നമുക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഹെൽത്തായിട്ട് ഉള്ള സ്ട്രെസ്സും ഉണ്ടാകുന്നുണ്ടാവും. അപ്പം നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യം, ഞാൻ കുറച്ച് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്, ആളുകളെ ഞാൻ റിലവൻ്റ് ആൻഡ് ഇറിലവൻ്റ് കാറ്റഗറിയിൽ തിരിച്ചിട്ടുണ്ട്. ഈ റിലവൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ളവരോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കത് സെൻസിബിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകളെ മാത്രമേ ഞാൻ ആ ഒരു കാറ്റഗറിയിൽ ആക്സസ് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഈ ഇറിലവൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്തെന്നോട് പറഞ്ഞാലും നെവർ മൈൻഡ് ഇറ്റ്, നെവർ ബോദർ ഇറ്റ്, ഞാൻ മുമ്പോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. അത് എനിക്കൊരു സ്ട്രെസ് ഫാക്ടറോ ഒന്നുമേ ഉണ്ടാക്കുന്നുമില്ല. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും നല്ലത് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ നമ്മൾ ഒന്ന് കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ മേ ബി 1-2 ആളുകൾ മാത്രമേ ഈ റിലവൻ്റ് കാറ്റഗറിയിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമുക്ക് സ്ട്രെസ് ഫാക്ടർ ഉണ്ടാകത്തില്ല. കാരണം ഇറിലവൻ്റ് കാറ്റഗറിയിൽ പെട്ടവർ എന്ത് പറഞ്ഞാലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പം നിങ്ങളും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ച് നോക്കുക, ആരെയൊക്കെ നമ്മൾ റിലവൻ്റ് കാറ്റഗറിയിൽ പെടുത്തണമെന്ന്. ഇറിലവൻ്റ് കാറ്റഗറിയിലുള്ളവരോട് നമ്മൾ ഒന്നും പറയുകയും ചെയ്യേണ്ട, ഒന്നും വാദിക്കുകയും ചെയ്യേണ്ട. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. അതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി. അപ്പോൾ ഞാൻ നിർത്തട്ടെ. ബൈ ബൈ ആൻഡ് താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ബൈ ബൈ.